എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ തനിനാടൻ കായ മെഴുക്ക് വരട്ടിയത്. എല്ലാവരും ചെയ്യുന്നതായിരിക്കാം, പക്ഷേ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ കായ മെഴുക്ക് വരട്ടി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഏത്തക്കായാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ 3 ഏത്തയ്ക്ക ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് കറ പിടിക്കത്തില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കുക. അപ്പോൾ ഇതിനകത്ത് കറയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം അതേപോലെ ചെയ്തെടുത്തിട്ട് ഒന്ന് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനിവിടെ കായെല്ലാം നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വല്ലാതെ അങ്ങോട്ട് വെന്തുടഞ്ഞ് പോകരുത്. ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. പെട്ടെന്ന് തന്നെ നമുക്കത് കുക്കായി കിട്ടും. അധികം സമയമൊന്നും എടുക്കത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് വറ്റി വരട്ടെ. അപ്പോൾ അതവിടെ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കായ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്ക് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചതച്ച ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നിങ്ങൾക്ക് ചെറിയുള്ളിക്ക് പകരം ഒരു സവാള ആയാലും ഉപയോഗിക്കാം. അതേപോലെ ഉണക്കമുളക് ചതച്ചതിന് പകരം മുളക് പൊടി ആയാലും ഉപയോഗിക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ആ തനി നാടൻ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് താളിക്കാൻ വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ ചേർക്കാം. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി മുളക് കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ചേർത്താണ് കായ വേവിച്ചതെങ്കിലും ഇതിനകത്തുനിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക. നോക്കിയിട്ട് ചേർത്താൽ മതി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ അതോടെ നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കായയുടെ കഷ്ണങ്ങൾ ചേർക്കാം. അപ്പോൾ നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഇതിനകത്തേക്ക് ചേർക്കരുതേ. അപ്പോൾ വല്ലാതെ അങ്ങോട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനൊരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാ ഭാഗത്തേക്കും എരിവും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇളക്കിയെടുക്കുന്ന സമയത്ത് ഇത് ചിലപ്പോൾ കുഴഞ്ഞൊക്കെ ഇരിക്കുക. പക്ഷേ ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ഇത് വേറെ വിട്ടിട്ട് തനിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ തനി നാടൻ കായ മെഴുക്ക് വരട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്